നമ്മൾ പറയുന്നത് ഡാമിന് ബലക്ഷയമുണ്ട്. എന്നാൽ ഡാമിനെക്കുറിച്ച് പരിശോധിച്ചവർ ഡാമിന് ബലക്ഷയമില്ല എന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് കേരളത്തിൽ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നിയമസഭ പാസാക്കിയ പ്രമേയത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ച് പുതിയ ഡാമാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്ക് പുതിയ ഡാം കെട്ടിക്കളിയാന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ നമുക്ക് കെട്ടാൻ കഴിയില്ല. അതിനൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളില്ലേ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൊക്കെ പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നതാണ് നല്ലത്. സംഘർഷങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. ഇതിലാണ് ഞാൻ ഇന്നലെ ഊന്നിയത്. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായ മുഖ്യമന്ത്രിയുടെ നിലപാട് വഞ്ചനാപരമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വാട്ടർ ഫോർ തമിഴ്നാട്, സേഫ്റ്റി ഫോർ കേരള, അതിന് വ്യത്യസ്തമായി ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ ഡാമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശനും കേരളത്തിന്റെ താൽപര്യം തകർക്കുന്ന പ്രസ്താവനയാണ് പിണറായി വിജയന്റേതെന്ന മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രനും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ നിലപാട് സുപ്രീം കോടതിയിലുള്ള കേസിന് പ്രതികൂലമായി ബാധിക്കുമെന്നും നിലപാട് മാറ്റത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയ് നിരപ്പിൽ പറഞ്ഞു. അതേസമയം പിണറായിയുടെ നിലപാട് മാറ്റത്തെ പരിസ്ഥിതി പ്രവർത്തകർ സ്വാഗതം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.